തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 പുസ്തകം ഇതാണ്. ഈ വോള്യം 1 ഭാഗം 11 അധ്യായം 3 അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് വന്ന ഭാഗം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇതിൽ വരുന്നത് ഭക്തി എന്നതാണ്. അതായത് ഈശ്വരനോടുള്ള നമ്മുടെ ഭക്തി. അതേപോലെ ഈശ്വരൻ നമ്മുടെ ഭക്തിയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, ഈശ്വര ഭക്തി കൊണ്ട് നമുക്കെന്താണ് സംഭവിക്കുന്നത്. ഭക്തി പ്രകടിപ്പിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഈ ഭക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അളവുകോൽ ഉണ്ടോ? അതായത് ഈ ഭക്തിയുടെ ഏറ്റക്കുറച്ചിൽ അളക്കാൻ എന്തെങ്കിലും അങ്ങനെ വല്ല അളവുകോലുണ്ടോ? ഭക്തിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടോ? ഭക്തി പ്രകടിപ്പിക്കുന്നത് എല്ലാവരും ഒരുപോലെയല്ല. അത് ശ്രീരാമകൃഷ്ണ ദേവന്റെ അടുത്ത് വരുന്ന ഭക്തന്മാർ അവരോരോരുത്തരും ഭഗവാനോട് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു രീതി നമുക്കിവിടെ കാണാം. ഇതോടൊപ്പം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഈശ്വരൻ്റെ അടുത്ത്, അത് ക്ഷേത്രമാകാം, അല്ലെങ്കിൽ ആശ്രമമാകാം, മറ്റ് ആരാധനാലയങ്ങൾ ഏതുമാകാം, നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ആ ഈശ്വരനോടുള്ള എങ്ങനെയാണ് നമ്മൾ ആ അർച്ചനയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശ്വരനെ സമീപിക്കുന്നത്, ആ വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈശ്വര സന്നിധിയിലെത്തുമ്പോൾ, ക്ഷേത്രത്തിലായാലും എങ്ങനെയായാലും, നമ്മൾ നമ്മുടെ ആരാധനയെ, നമ്മുടെ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന രീതി ഏതൊക്കെ വിധത്തിലാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഭഗവാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. ഇനി തുടർന്ന് കേൾക്കേണ്ടത് ഓഡിയോയാണ്. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ ഓഡിയോയിൽ ശ്രദ്ധിക്കുക. തപകായജ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ വോള്യം 1
11-ാം ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം അധ്യായം ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലെ ഫലഹാരിണി പൂജാ ദിവസത്തെക്കുറിച്ചാണ്. ആ ദിവസത്തെ സംഭവങ്ങളാണ് ഈ 11-ാം ഭാഗത്തിൽ ആരംഭിക്കുന്നത്. അതിൽ 3-ാം അധ്യായമാണ് ഇനി. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭഗവാൻ അന്ന് അതുവരെ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത്. ഉച്ചയ്ക്ക് പ്രസാദമെല്ലാം കഴിച്ച ഉച്ച ഭക്ഷണത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ അല്പം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നല്ല ഉറക്കമല്ല, ചെറിയൊരു മയക്കം. അങ്ങനെ ഭഗവാൻ അവിടെ ഒന്ന് മയക്കത്തിലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിലും ആ മുറിയിൽ, അപ്പോൾ ഭഗവാന്റെ മുറിയിൽ മാസ്റ്റർ മഹാശയനുണ്ട്. പിന്നെ പഴയ ബ്രഹ്മസമാജ അംഗമായ മണിലാൽ മല്ലികൻ വന്ന് അവിടെ തൊഴുതിട്ട് അടുത്തിരുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ മയക്കത്തിലാണ്. എങ്കിലും മണിലാൽ മല്ലികൻ പലതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ ചോദ്യങ്ങൾക്ക് പാതി ഉറക്കത്തിനിടെ ചിലപ്പോൾ ഉത്തരം പറയും, ചിലപ്പോൾ ഉണ്ടാതെ ഇങ്ങനെ കിടക്കും. ഈ ഒരു സിറ്റുവേഷനാണ് അവിടെ മാസ്റ്റർ മഹാശയൻ വിവരിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം ഭക്തിയുടെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഈ ഭക്തിയുടെ കാരണം എന്താണ്? അതായത് എല്ലാവരിലും ഭക്തിയുടെ ആന്തരിക പ്രവർത്തനം ഒരുപോലെയാണോ? അതുപോലെ അത് പ്രകടമാകുന്നതും ഒരുപോലെയാണോ? ഇതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം. എന്നാൽ വളരെ 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 വിശാലമായ രീതിയിൽ ഇതിനകത്ത് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് സാഹചര്യങ്ങളെ വിവരിച്ചുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഈ ഭാഗം കുറിച്ചിരിക്കുന്നത്. അതിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഭക്തിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ ഈ മണിലാൽ മല്ലികനുമായിട്ടൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രഹ്മസമാജം അംഗങ്ങളോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത, അവരുടെ ഒരു ധാരണയ്ക്കൊക്കെ വളരെ വിരുദ്ധമായ രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശീലത്തിനോ അനുഭവത്തിനൊക്കെ വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഭഗവാനിൽ നിന്ന് കേട്ടു തുടങ്ങുന്നത്. കാര്യം അവരൊന്നും ഇതുവരെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് പോയിട്ട് പോലുമില്ല. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് ഭഗവാൻ അവരോട് ഈ ഓരോ വിഷയം, ഇതിലെ ഓരോ വിഷയം എടുത്ത് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതും ആ ഒരു ആസ്പെക്റ്റിലാണ്. അപ്പം ഇവിടെ ഭക്തി എന്നുള്ളൊരു വിഷയമാണ് ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ ഭക്തിയുടെ ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ ഭക്തിയുടെ കാരണം എന്നുള്ളതാണ്. എന്തിനെ ബേസ് ചെയ്താണ് ഈ ഭക്തി ഉണ്ടാകുന്നത്? ഇതാണ് ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. വളരെ ഗഹനമായൊരു വിഷയം. ഭഗവാൻ എത്ര ലളിതവും രസകരവുമായിട്ടാണ് ഈ മണിലാൽ മല്ലികനുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അതായത് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, ഭക്തി എങ്ങനെയോ ആയിക്കോട്ടെ, ഭക്തി എന്നല്ല അതിന് പറയും, ഈശ്വര ചിന്ത ഏത് വിധത്തിലുമെങ്കിലും ആയിക്കോട്ടെ, ഈശ്വര ചിന്തയെയാണ് നമ്മൾ ഭക്തി എന്നുള്ളൊരു പദം ഉപയോഗിച്ച് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ എടുക്കുന്നത്. അതിൻ്റെ ക്രീം എന്ന് പറയുന്നത് ഈശ്വര ചിന്ത എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈശ്വര ചിന്ത ഏത് രീതിയിലായാലും ശരി ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാൻ അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൽ ഒരു തർക്കത്തിൻ്റെ വിഷയം പോലുമില്ല. തർക്കിക്കേണ്ട കാര്യം, ഇന്നയാൾക്ക് അത് കൂടുതൽ ഈശ്വരൻ കടാക്ഷം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നയാൾക്ക് കുറവ്, അങ്ങനെയൊന്നുമില്ല. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലായാലും ഈശ്വരൻ സ്വീകരിക്കുന്നത് ഒരുപോലെയാണ്. എല്ലാവരുടെയും ഭക്തിയെ, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ആഭിമുഖ്യത്തെ, അല്ലെങ്കിൽ ഈശ്വരനാമത്തിൻ്റെ ജപത്തെ ഭഗവാൻ സ്വീകരിക്കുന്ന ഒരുപോലെയാണ്. അതിൽ തർക്കമില്ല എന്ന് ഭഗവാൻ വിശദീകരിച്ചു തുടങ്ങുകയാണ്. പിന്നെ ഭഗവാൻ നോക്കുന്നത് ഇതിൻ്റെ അളവല്ല നോക്കുന്നത്. ഒരാൾ എത്രമാത്രം ഈശ്വരാർപ്പിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അളവുകോലൊന്നും ഈശ്വരനില്ല. അങ്ങനൊരു പാരാമീറ്റർ വച്ചിട്ടൊന്നുമല്ല ഈശ്വരൻ ഒരാളുടെ ഈശ്വരീയമായ ഭാവത്തെ, അല്ലെങ്കിൽ ആ ഈശ്വരീയ താല്പര്യങ്ങളെ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് അളവുകോല് വച്ചിട്ടൊന്നുമല്ല. അതായത് ഭഗവാൻ പറയുന്നത്,
ഒരുപോലെ, അതായത് അനുഭവപ്പെടുന്നത് ഈ ഓരോരുത്തർക്കും ഈ ഈശ്വരനോടുള്ള നമ്മുടെ ആ ഭക്തി, നമുക്ക് ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഭക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലേ നമുക്കത് കുറേ കൂടെ കൺവീനിയൻ്റ് ആകുള്ളൂ. ആ ഒരു പറയുന്ന കാര്യങ്ങളെ ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഭക്തി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം. ഈ ഭക്തി നമ്മൾ ഓരോരുത്തരിലും ഉള്ള ഭക്തി, നമ്മളെ തന്നെ ഇതിനകത്ത് ഒരു ഉദാഹരണമായിട്ട് എടുത്ത് ചിന്തിച്ചാൽ മതി. ഓരോരുത്തരിലും ഉള്ള ഭക്തി അത് ഭഗവാനെ നമ്മൾ വളരെ പ്രേമപൂർവം ഭഗവാനെ സ്മരിക്കുകയും അല്ലെങ്കിൽ ഭഗവത് ചിന്തയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഓരോരുത്തരും 1000 പേർ ഒരുമിച്ചിരുന്ന് ഈശ്വര ആരാധന ചെയ്യുമ്പോൾ 1000 പേരുടെ അനുഭവം 1000 തരത്തിലാണ്. ഒരുപോലെയാണ് ഇവരുടെ എല്ലാം, നമ്മുടെ എല്ലാം ഈശ്വരാർപ്പിതമായ ആ ശ്രമങ്ങളെല്ലാം ഒരുപോലെ. പക്ഷെ അതിൻ്റെ ഫലം വ്യത്യസ്തമാണ്. നമുക്ക് ലഭിക്കുന്ന ഫലം ഒരുപോലെയല്ല. അതിന് പറയുന്നൊരു ഉദാഹരണം വിശപ്പ് എന്ന് പറയുന്ന അവസ്ഥ. വിശപ്പെന്ന് പറയുന്ന അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. അതിന് ധനവാനെന്നോ ദരിദ്രനെന്നോ വിദ്യാസമ്പന്നനെന്നോ നിരക്ഷരകുക്ഷിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശക്കാരനെന്നോ അല്ലെങ്കിൽ രാജാവാണെന്നോ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും, മനുഷ്യരെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും എടുക്കാം, നമുക്ക് മനുഷ്യർ എന്നുള്ളൊരു സംജ്ഞയിലേക്ക് വരാം. എല്ലാ മനുഷ്യർക്കും വിശപ്പ് എന്ന വികാരം ഒരുപോലെയാണ്. ഒരു മാറ്റമില്ല ആ കാര്യത്തിൽ. വിശക്കുന്നത് ഒരുപോലെയാണ്. എന്നാൽ വിശപ്പ് മാറുന്നത് ഒരുപോലെയല്ല. അതാണ് അതിനകത്ത് വ്യത്യാസം. വിശക്കുന്നത് ഒരുപോലെ, പക്ഷെ വിശപ്പ് മാറുന്നത് ഒരുപോലെയല്ല. അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇഡ്ഡലി, രാവിലെയാണ് രാവിലെ വിശക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോഴേക്കും വിശക്കുന്നു, എല്ലാവർക്കും രാവിലെ വിശക്കും. ഇപ്പോൾ വിശക്കുമ്പോൾ ചിലർക്ക് 2 ഇഡ്ഡലി മതി, അല്ലെങ്കിൽ 1 ഇഡ്ഡലി മതി, അയാളുടെ വിശപ്പ് തീർന്നു. ചിലർക്ക് 5 ഇഡ്ഡലിയോ 10 ഇഡ്ഡലിയോ ഉണ്ടെങ്കിലും പോരാ. ചിലർക്ക് ഇഡ്ഡലിയുടെ കൂടെയുള്ള ആ അനുസാരികളെല്ലാം അതനുസരിച്ചുള്ള വ്യത്യസ്തമായ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിശപ്പ് ഒരേ അനുഭവമാണെങ്കിലും അത് ഓരോരുത്തരിലും അത് വിശപ്പ് മാറുന്ന വിധം വ്യത്യസ്തമാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഭഗവാൻ വളരെ രസകരമായ ഒരു ചെറിയ ഉദാഹരണം വെച്ച് നേരത്തെ ഇതിനു മുമ്പ് ഭഗവാന്റെ ഭാഗങ്ങളിലെല്ലാം ഇത് ഭഗവാൻ വിവരിച്ചിട്ടുണ്ട്. ഈ കാര്യം എങ്ങനെയാണ് വിശപ്പ് മാറുന്നത്. ഒരമ്മ മീൻ വാങ്ങിച്ച് വെക്കുകയാണ് വീട്ടിൽ എന്ന് വിചാരിക്കുക. ഇത് ഭഗവാൻ പറഞ്ഞ ഉദാഹരണം തന്നെ. മക്കൾക്കല്ല, 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും ഒരേപോലെയാണ് വിശപ്പ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ 5 പേരുടെയും വിശപ്പ് മാറുന്നത് ഒരുപോലെയല്ല. അത് അമ്മയ്ക്കറിയാം. ഒരാളുടെ വിശപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റേയാളുടെ വിശപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്കറിയാം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അമ്മ ആ ഒരേ മീൻ കറി അല്ലെങ്കിൽ ഒരേ മീനിനെ വിവിധ തരം പൊരിച്ചതും വറുത്തതും അങ്ങനെയുള്ള പല തരത്തിലാക്കി, പീരയാക്കി അല്ലെങ്കിൽ മറ്റങ്ങനെ 5 തരത്തിൽ. അപ്പോൾ വിശപ്പ് ഒരുപോലെയാണെങ്കിലും 5 തരത്തിൽ ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് ആ മക്കളുടെ വിശപ്പ് മാറുകയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ കൊടുക്കുന്ന ഫലം വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അമ്മ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ ഫലം വ്യത്യസ്തമാണ്. വിശപ്പെന്ന വികാരം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാകുമ്പോൾ അമ്മ 5 മക്കൾക്കും അതിൻ്റെ പരിഹാരം നൽകുന്നത് 5 തരത്തിലാണ്, ഒരുപോലെയല്ല. അതാണ് അതിൻ്റെ അത് വ്യത്യാസം. ഇത് തന്നെയാണ് ഭക്തിയുടെ രീതി. ഒരു ഭക്തിയുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ഇപ്പം നാരായണനാമം ജപിക്കുന്നു, എല്ലാവരും നാരായണനാമം തന്നെയാണ് ജപിക്കുന്നത്. പക്ഷേ ഈ ജപം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് ജപിക്കുന്ന എല്ലാവർക്കും ഒരുപോലല്ല. അത് ഓരോരുത്തർക്കും രുചിക്കുന്ന രീതിയിൽ, ദഹിക്കുന്ന രീതിയിൽ, ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിലാണ് അത് തിരിച്ച് ലഭിക്കുന്നത്. അതാണ് ആ അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും.
അനുഭവതലം വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാ. അത് ഈ മീൻ കൂട്ടാൻ 5 തരത്തിൽ കൊടുത്ത പോലുള്ളൊരു അനുഭവമാണ്. 5 തരത്തിലായിരിക്കും. ഇവിടെ ഓരോരുത്തരുടെയും ഭക്തിയുടെ ഭാവങ്ങൾ ഭഗവാൻ ഈ ഭാഗത്ത്, ഈ നമ്മൾ ഈ പറയുന്ന 3-ാം ഭാഗത്ത്, അധ്യായം 3-ന്റെ ഭാഗത്ത് ഭഗവാൻ എടുത്ത് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഭഗവാൻ ഇതിനെ കുറെ കൂടെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് കൂടിയിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ചില ചോദ്യങ്ങൾ ഇട്ടു കൊടുത്തു അവർക്ക്. അപ്പം ആദ്യം ചോദിച്ചത് ഹസ്രയെക്കുറിച്ചാണ് ഇല്ലേ. അവിടെ അങ്ങനെ ആ ഭാഗത്ത് ഭഗവാൻ ഇങ്ങനെ പറയുന്നു, ഗുരുദേവൻ എപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. ഈ മണിലാൽ മല്ലികൻ സംസാരിക്കുമ്പോഴും ഭഗവാൻ ഉറക്കത്തിൽ തന്നെയാണ്. കണ്ണിൽ ഉറക്കം തങ്ങി നിൽക്കുന്നുണ്ട്. ആ നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാൻ ചോദിച്ചത് എന്താണ്? ഹസ്രയെക്കുറിച്ച് അവരെന്ത് പറയുന്നു, ഹസ്രയെക്കുറിച്ച് അവരെന്ത് പറയുന്നു. അപ്പം ഹസ്രയുടെ ഭക്തിയെക്കുറിച്ചാണ് ചോദിച്ചത്. ഇവിടെ ഭക്തിയാണ് ചർച്ചാ വിഷയം. അപ്പം ഹസ്രയുടെ ഭക്തിയെക്കുറിച്ച് എന്ത് പറയുന്നു? അത് വേറിട്ടൊരു അവസ്ഥയാണ്. ഹസ്രയുടെ ഭക്തി, ഹസ്രയെ സംബന്ധിച്ച് ഈ പുറമേ നിന്ന് വരുന്നവർ ഹസ്രയെ കാണുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അവരെങ്ങനെയാണ് ഹസ്രയെ മനസ്സിലാക്കുക? ഭഗവാൻ ഇവരെല്ലാവരും അറിയാം എന്തൊക്കെയാണ് ഹസ്രയ്ക്ക് ആവശ്യമുള്ള ഏതാണ്. അതായത് ഹസ്രയ്ക്ക് ആവശ്യമുള്ള മീൻകറി ഏതാണ്, മാസ്റ്റർ മഹാശയന് ആവശ്യമുള്ള മീൻകറി ഏതാണ്, അല്ലെങ്കിൽ നരേന്ദ്രന് ആവശ്യമുള്ള ഇതൊക്കെ ഭഗവാൻ നന്നായിട്ട് അറിയാം. വരുന്ന ഓരോരുത്തർക്കും ഏതൊക്കെ തരത്തിലാണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം. അതനുസരിച്ചാണ് ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. പക്ഷേ പുറമേ ഇരിക്കുന്നവർ എങ്ങനെയാണ് ഇത് ഓരോരുത്തരെയും ധരിക്കുന്നത് എന്നുള്ള ഈ ഭക്തിയുടെ ആ ഒരു സംസാരത്തിനിടയിൽ, ചർച്ചയ്ക്കിടയിൽ ഭഗവാൻ അത് ചോദിക്കുകയാണ്. അത് നോക്കണം. പാതി ഉറക്കത്തിലാണ് പെട്ടെന്ന് ചോദിച്ചാൽ ഹസ്രയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്. കാര്യം ഹസ്രയെ നിങ്ങളെങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഹസ്രയുടെ ഭക്തിയെ നിങ്ങൾ എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. കാര്യം അവർക്ക് അറിയാവുന്നതിൽ കൂടുതൽ ഭഗവാൻ നന്നായിട്ട് അറിയാം ഹസ്ര എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഹസ്രയെക്കുറിച്ച് നിങ്ങൾ എന്ത് ധരിക്കുന്നു, എന്താണ് നിങ്ങളെന്ന് വെച്ചാൽ ഈ ബ്രഹ്മസമാജി ഉൾപ്പെടെ മറ്റുള്ളവരെന്താണ് ധരിക്കുന്നത്. സദാസമയം മുൻവശത്ത് രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ് വിഭൂതിയൊക്കെ അണിഞ്ഞ് ഒരു വലിയ പരമഭക്തൻ്റെ കൂട്ട് കണ്ടാൽ തന്നെ ഒറ്റ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും ഒരു മഹാഭക്തനാണ്, മഹാജ്ഞാനിയാണ് എന്ന് തോന്നുന്ന തരത്തിൽ മുറിക്ക് പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ആ കാഴ്ചയിൽ തന്നെ ഒരു ഭക്തന് വേണ്ട എല്ലാ അപ്പിയറൻസും ഉള്ള രീതിയിലാണ് ഹസ്രയുടെ ഇരിപ്പ്. അപ്പോൾ ഇതിനെ ഭക്തി എന്നാണ്. എങ്ങനെയാണ് ഈ ഭക്തിയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ഭക്തി എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഭഗവാൻ ഈ ഭക്തിയെ എങ്ങനെ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ ഹസ്രയുടെ ഭക്തി തിരിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം ഹസ്രയ്ക്ക് പിന്നെ കിട്ടിയത്. അപ്പോൾ ആലോചിക്കും, ഭഗവാന്റെ ഉള്ളിൽ ഇതിൻ്റെ എല്ലാം മൊത്തം കണക്കെടുത്ത് വച്ചിരിക്കുകയാണ്. ഇതൊക്കെ എവിടെയാണ് പോകുന്നത്, അവസാനിക്കാൻ പോകുന്നതെന്നും അപ്പോഴെന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എല്ലാം A to Z ഒരു ലൈഫിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ളതെല്ലാം ഭഗവാൻ മനസ്സിലാക്കി ഭഗവാൻ അതിന് വേണ്ട എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ഓരോ ഭക്തനും അതിലേക്ക് എത്താൻ ഇനിയും സമയങ്ങളെടുക്കും. അവരതിങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് കടന്ന് ജീവിതത്തിൻ്റെ പരമ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ ഇനിയും ദിവസങ്ങളും സമയങ്ങളും എടുക്കും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓരോ തരത്തിൽ ഒരുക്കി വച്ച് കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് കൊടുക്കേണ്ടതെന്നുള്ള ഒരുക്കി ഭഗവാന് നേരത്തെ അറിയാം. പക്ഷെ മറ്റുള്ളവരെങ്ങനെയാണ് ഈ ഓരോ ഭക്തിയെയും ധരിക്കുന്നത് എന്നുള്ളതാണ് ഭഗവാൻ ചോദിച്ചത്. എന്നുവെച്ചാൽ ഇവർ ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് പറഞ്ഞത് രണ്ടാമത് വീണ്ടും ഹസ്രയുടെ കാര്യം അവിടെ പറഞ്ഞു നിർത്തി. അപ്പം ഹസ്രയുടെ ഭക്തി ഒരു വേറെ തരം. ഇനി രണ്ടാമത്തെ ആളാരാണ്? ഭവനാഥൻ. ഭവനാഥൻ്റെ ഭക്തിയെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഭവനാഥൻ്റെ ഭക്തിയെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ഭാഗമാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ എഴുന്നേറ്റിരുന്നിട്ട് ഇത്രയും നേരം പാതി ഉറക്കത്തിലായി ഒരു മയക്കത്തിലിരുന്ന് ചോദിച്ച ഭഗവാൻ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് ഭവനാഥൻ്റെ ഭക്തിയെക്കുറിച്ച് മണിലാലിനോട് പറയാൻ തുടങ്ങി. മണിലാൽ മല്ലികനുമായിട്ടാണല്ലോ സംസാരം. മണിലാലിനോട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഭവനാഥൻ്റെ കഥ വായിച്ചപ്പോൾ നമുക്കറിയാം തുടക്കം എന്തായിരുന്നു, ഒടുക്കം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാര്യം ഈശ്വരകോടി എന്ന് പറയാവുന്ന ഈശ്വരകോടി എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ജന്മങ്ങളിൽ 3 പേരാണ് ഉണ്ടായിരുന്നതിൽ ഒന്നാണ് ഭവനാഥൻ. നരേന്ദ്രനും രാഖാലിനും ഒക്കെ ഒപ്പം
ഈശ്വര കോടിയായി ഭഗവാൻ കണക്കാക്കിയിരുന്ന, അല്ലെങ്കിൽ ഈശ്വര കോടിയായിട്ട് ഭഗവാൻ അത് നമ്മുടെ മാസ്റ്റർ മഹാശയനോടൊക്കെ പറയും, ഈ 3 പേരെ ഊട്ടിയാൽ മതി, നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, അവർ ഈശ്വര കോടികളാണ്, അവരെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇത് സേവ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മോക്ഷമാണ്, അവർ ഈശ്വര കോടിയിൽപ്പെട്ടവരാണ് എന്ന് നമ്മുടെ ബൽറാം ബസുവിനോടും മാസ്റ്റർ മഹാശയനോടും ഒക്കെ പറഞ്ഞതാണ്. അവരെ വിളിച്ചു വരുത്തിയിട്ട് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വെച്ച് ഇവരെ 3 പേരെയും വിളിച്ചു വരുത്താൻ പറഞ്ഞു. കാര്യം അവർക്ക് കൊടുക്കൂ, ഭക്ഷണം അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ആ തരത്തിൽ ഉള്ള ഒരാളായിട്ടാണ് ഭവനാഥൻ എന്ന്. അപ്പം അതാണ് ഭഗവാൻ ഇവിടെ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചത്, മണിലാലിനോട് ചോദിക്കുന്നത്, ഭവനാഥനെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച് മണിലാലിനോട് പറയുന്നത്. എന്നിട്ട് അപ്പോൾ ഈ സമയത്ത് ഇതിപ്പോൾ 1-ാം വോള്യത്തിൻ്റെ 11-ാം ഭാഗത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഇത്. ഇനി ഈ 14 മുന്നോട്ട് പോകുമ്പോൾ ഭവനാഥൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം, നമ്മളത് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, നമ്മൾ അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ ഈ സമയത്ത് എന്താണ്, എന്തൊരു ഉച്ചഭാവം ഭവനാഥൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പോഴേക്കും ഭഗവാൻ ഈ ഭവനാഥനെ സംബന്ധിച്ച് ഈശ്വരകീർത്തനം ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണീർ വന്ന് നിറയും. അപ്പോൾ ആ തരത്തിൽ ഭക്തിയുടെ ഒരു പരമോന്നതമായ ഭാവമുള്ള ആളായിട്ട്, അതും ആ ഭക്തി എങ്ങനെ കാണുന്നു, അതാണ് ഭവനാഥൻ്റെ ഭക്തിയെ നമ്മളെങ്ങനെ കാണുന്നു. ഇപ്പോൾ ഓരോ സ്പെസിമനാണ് ഇവിടെ നമ്മുടെ മുന്നിൽ. ഇത് ഭഗവാനും മാസ്റ്റർ മഹാശയനും മണിലാലും തമ്മിലുള്ള ചർച്ചയായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അതല്ല ഇതിൻ്റെ പ്രാധാന്യം. ഈ വിഷയം നമ്മോടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഗ്രന്ഥം ഭഗവാന്റെ ഈ ഗ്രന്ഥം, ഭഗവാന്റെ ഈ അമൃത വചനങ്ങൾ നമ്മോട് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹസ്രയുടെ ഭക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഭവനാഥൻ്റെ ഭക്തിയുടെ ഒരു ഭാവം നമ്മൾ പഠിക്കുന്നു. ഇത് ഓരോന്നായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഭഗവത് ലീലയിൽ കുറച്ചു പേരെ മാത്രമേ നമുക്കറിയാവൂ, വളരെ കുറച്ച് പേരെ നമുക്ക് നേരിട്ടറിയാവൂ. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ കുറച്ച് പേര്, അന്തരംഗ ശിഷ്യന്മാരായിട്ടുള്ള 10-16 പേര്, അതുകൂടാതെ വന്നിട്ടുള്ള 33 ഗൃഹസ്ഥാശ്രമ ഭക്തന്മാർ, പിന്നെ അതല്ലാതെ ഈ ബ്രഹ്മ സമാജം ഉൾപ്പെടെയുള്ള വന്നിട്ടുള്ള മറ്റ് മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള വേറെ ചിലർ, ഇങ്ങനെ വളരെ കുറച്ച് പേരാണ് ഭഗവാന് ചുറ്റും ആ ഭഗവത് ലീലയിൽ ഭഗവാൻ കൂട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ വരും കാലത്തിന്, വരും ലോകത്തിന് മുന്നിലേക്ക് തന്നിട്ടുള്ളത് ഇത്രയും പേരെയാണ്. ഇതിൽ കൂടുതൽ പേരുണ്ടായിരുന്നിരിക്കാം, പല തരത്തിലുള്ളവർ വന്നിരിക്കാം, പക്ഷെ അവരൊന്നും പരാമർശ വിഷയമാകാത്തക്ക രീതിയിൽ, വേണ്ട രീതിയിലൊന്നും ഒരിടത്തും പിന്നീട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതും ഭഗവത് നിശ്ചയമാണ്. ആരെയൊക്കെയാണ് ഇനി വരും കാലത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളതും ഈ ഭഗവത് ലീലയുടെ ആ മുഴുവൻ സത്ത നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അടുത്തറിയേണ്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഭഗവാൻ തന്നെ നിശ്ചയിച്ചു വെച്ചു. അവരെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഇവർ ഓരോരുത്തരും ഭഗവത് സന്നിധിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭക്തിയുടെ വിവിധ വശങ്ങളാണ് കാണുന്നത്, എല്ലാം ഭക്തിയുടെ വിവിധ വശങ്ങളാണ്. ഈ ഭക്തി ഓരോരുത്തരും ഭഗവത് സന്നിധിയിൽ എങ്ങനെയാണ് അവരവരുടെ ഭക്തി എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്, അതിൻ്റെ ഫലം ഓരോരുത്തർക്കും ഭഗവാൻ നൽകിയത്. അമ്മയാകുന്ന ഭഗവാൻ അതിൻ്റെ ഫലമാകുന്ന ആ മീൻകറിയുടെ വിവിധ വശങ്ങൾ ഈ ഭക്തന്മാർക്ക് കൊടുത്തതെങ്ങനെ, അതാണ് നമ്മൾ ഈ ഓരോരുത്തരിൽ നിന്ന് ഈ ഭക്തിയുടെ അംശം മാത്രം അടർത്തിയെടുത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗം. ഓരോരുത്തരുടെയും ഭക്തിക്കും അപ്രോച്ചിനും ഭഗവാനുള്ള സേവയ്ക്ക്, അവരുടെ ആറ്റിറ്റ്യൂഡിന്, അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ലാട്ടു മഹാരാജ് പ്രവർത്തിക്കുന്ന ശൈലിയിലായിരിക്കില്ല നിരഞ്ജൻ പ്രവർത്തിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല രാഖാലിൻ്റെ ഭാവം, അതല്ല നരേന്ദ്രൻ്റെ ഭാവം, അതല്ല ശശി മഹാരാജ്, അല്ലെങ്കിൽ അതല്ല മറ്റോരോരുത്തരുടെ എടുത്താൽ. അപ്പോൾ ഇത്
ഓരോ സ്പെസിമനായിട്ട് നമ്മുടെ മുന്നിൽ ഭഗവാൻ അവതരിപ്പിക്കുന്ന ഓരോരുത്തർ. അപ്പോൾ ഇത് ഭക്തിയുടെ വിവിധ ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്, നമ്മളത് മനസ്സിലാക്കുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നത്, കാണുമ്പോൾ ഈ നിങ്ങൾ ഇത്രയും ആളുകളെ കാണുന്നുണ്ടല്ലോ, അതായത് നമ്മളോടാണെന്ന് തന്നെ ധരിക്കണം. ഈ സത്സംഗത്തിൽ നമ്മളാണ് ഭഗവാന്റെ മുന്നിലുള്ളത്. അപ്പോൾ ഭഗവാൻ നമ്മളോടാണ് പറയുന്നത്, കാണുമ്പോൾ എല്ലാവരുടെയും പ്രവൃത്തി ഒരുപോലെയാണ്. ഈ പറഞ്ഞ എല്ലാവരുടെയും പ്രവൃത്തി ഒരുപോലെയാണ്. ഇവരുടെ മാത്രമല്ല, ആരൊക്കെയാണോ ഭഗവത് സന്നിധിയിൽ വന്ന് ആരാധന നടത്തുക, അത് എല്ലാ കാലത്തും വരുന്ന എല്ലാ ഭക്തന്മാരുടെയും കാര്യത്തിലാണ്. അങ്ങനെ ജനറലൈസ് ചെയ്ത് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ വന്ന ഇത്രയും ഭക്തന്മാരുടെ മാത്രം, ഭഗവാനോടൊപ്പം ദക്ഷിണേശ്വരത്ത് വന്ന ഭക്തന്മാരെ കുറിച്ച് മാത്രമല്ല ഈ ഉദ്ദേശിക്കുന്നത്. സർവഭക്തന്മാർ, ഈശ്വര സന്നിധിയിലേക്ക് വരുന്ന എല്ലാ കാലത്തും വരുന്ന സർവഭക്തന്മാരുടെയും അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്, കാണുമ്പോൾ എല്ലാവരുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തി ഒരുപോലെയാണെന്ന് തോന്നും. എന്നാൽ അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ് ഒരുപോലെയാണോ? ഇതാണ് ഭഗവാന്റെ ചോദ്യം. ഇവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് ഒന്നാണോ? ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ ചെല്ലുന്ന എത്ര ഭക്തന്മാരുണ്ടോ അത്രയും ഭക്തന്മാരുടെ ഉള്ളിലിരിക്കുന്നത് ഒരു കാര്യമല്ല. എല്ലാവർക്കും ഈശ്വര സാന്നിധ്യം മാത്രമാണ്, ഈശ്വര കടാക്ഷം മാത്രമാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പിന് വ്യത്യാസമുണ്ട്. ഓരോരുത്തരും എന്തെന്തൊക്കെ പ്രതീക്ഷകളാണ് വെക്കുന്നത്, എന്തെന്തൊക്കെയാണ് ആഗ്രഹങ്ങളാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഭഗവാനെ കാണുന്നത്, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഉള്ളിലിരിപ്പിനെ ഭഗവാൻ ഇവിടെ വിവരിക്കുന്നുണ്ട് രസകരമായിട്ട്. ഭഗവാൻ അതിന് പറയുന്നു, നമ്മുടെ ഉള്ളിലിരിപ്പ്, ഭക്തന്മാരായ നമ്മുടെ ഉള്ളിലിരിപ്പിനെ ഭഗവാൻ ഇവിടെ മനോഹരമായൊരു ഉദാഹരണം കൊടുക്കുന്നത് മോദകം പോലെയാണെന്നാണ്. മോദകം. കാര്യം മോദകത്തിൻ്റെ അകത്ത് ചിലപ്പോൾ അതിനകമുണ്ടാക്കിയിരിക്കുന്നത് പാൽക്കട്ടി പോലുള്ള എന്തെങ്കിലും വസ്തു കൊണ്ടായിരിക്കും. പാൽക്കട്ടി വെച്ചിട്ട് അതിനകത്ത് പാൽക്കട്ടി നിറച്ചിട്ട് മോദകം ഉണ്ടാക്കാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പയർ പുഴുങ്ങി അതിനകത്ത് വെച്ച് മോദകം വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാകാം. ചിലയിടത്ത് ഉരുളക്കിഴങ്ങ് വെക്കുന്നു, ബോണ്ട എന്നുള്ള പേരാണ്. എന്തായാലും അതിനകത്ത് ഫില്ലിങ്ങിന് വ്യത്യാസമാണ്. ശർക്കരയും തേങ്ങയും ചിലയിടത്ത്, അതിനും ഫില്ലിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ പലതരം ഫില്ലിങ്ങാണ് ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഈ എല്ലാ ഫില്ലിങ്ങിൻ്റെയും സ്വാദോ മഹിമയോ ഒരുപോലല്ല. കാര്യം പാല് കുറുക്കി ആ പാൽക്കട്ടിയാണ് ഉള്ളിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും സ്വാദിഷ്ടമായ വസ്തു ആ പാൽക്കട്ടി തന്നെയാണ്. ഏറ്റവും വിലപിടിപ്പുള്ളതും ആ പാൽക്കട്ടി തന്നെയാണ്. പക്ഷെ ആ മോദകത്തിൻ്റെ അല്ലെങ്കിൽ ആ ബോണ്ട പോലെ ഇരിക്കുന്ന ആ ഉരുണ്ട വസ്തുവിൻ്റെ പുറം ഭാഗം എല്ലാം ഒരുപോലെയാണ്. ഒരേ നിറം, ഒരേ രൂപം, ഒരേ ഭാവം, ഒരു വ്യത്യാസമില്ല. അത് മുറിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷിച്ച് നോക്കുമ്പോഴോ ആണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അതിനകത്തെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വസ്തു എന്താണെന്നുള്ളത്. ചിലതിൽ വെറും ഗോതമ്പ് പുഴുങ്ങി വേവിച്ച് ഇങ്ങനെ വെച്ചത് മാത്രമായിരിക്കും. അപ്പം ഇങ്ങനെ പലതരം വസ്തുക്കളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്ന പാൽക്കട്ടിയാണ് അതിനകത്തെ ഏറ്റവും സ്വാദിഷ്ടവും പവിത്രവുമായ ഫില്ലിംഗ് എന്ന് പറയുന്നത് പാൽക്കട്ടി എന്ന് പറഞ്ഞു. അതുപോലെ അപ്പോൾ അതാണ് തിരിച്ചറിയേണ്ടത്. ആ ഉള്ളിലുള്ളത് ആ പാൽക്കട്ടിയാണോ അതോ അതിവിടെ ഭഗവാൻ പറയുന്നു മോദകത്തിനകത്ത്, ഇവിടെ പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉഴുന്നുമാവ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിറയ്ക്കാം, കുറുക്കിയ പാലും നിറയ്ക്കാം. കണ്ടാൽ എല്ലാം ഒരുപോലെ. ഈശ്വര ദർശനത്തിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഈശ്വരനിലുള്ള പ്രേമഭക്തിയാണ് കുറുക്കിയ ഈ പാൽക്കട്ടി. ഈശ്വരനിലുള്ള പ്രേമഭക്തിക്കാണ് ഈ പാൽക്കട്ടി എന്ന് പറയുന്നത്. ഭഗവാൻ അതാണ് അതിനകത്ത് അപ്പോൾ ഓരോ ഉള്ളിലിരിപ്പ് ഓരോന്നും വ്യത്യസ്തമാണെങ്കിലും അതിലേറ്റവും പവിത്രമായത്, ഏറ്റവും ഭഗവാനോട് വേണ്ടത്, ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആ ഫില്ലിംഗ് എന്ന് പറയുന്നത്, ഉള്ളിൽ വെക്കേണ്ടത് പാൽക്കട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്യമാക്കുന്നത്, ഇപ്പോൾ ഭഗവത് ദർശനത്തിന് വരുന്നു എന്ന് വിചാരിക്കുമ്പോൾ പരശതം ആളുകൾ ഇങ്ങനെ ഭഗവത് ദർശനത്തിന് ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ അതായത് ക്ഷേത്ര സങ്കേതങ്ങളിലൊക്കെ വരുന്നു.
ഇപ്പം ചിലർക്ക് ദർശന ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തൊഴുക, ഭഗവാനെ കണ്ടു തൊഴുതു പോയി, ദർശന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ആശ്രമങ്ങളിൽ പോകുമ്പോഴും അങ്ങനെ തന്നെ. നമ്മളൊരു ആശ്രമങ്ങളിൽ പോകുമ്പോഴും ഇതാണ്. ആ ആശ്രമത്തിൽ പോയി ഒരു ദർശന ലക്ഷ്യം അത് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ഒന്ന് കാണുക, തൊഴുക, പോരുക, വേറെ ഒരു ഇതുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഒരു കൂട്ടർക്ക്. ചിലർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നും കൂടെ ഒരാഗ്രഹമുണ്ട്. വെറും കൈയോടല്ല, എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലും ഒരു കൊടുക്കണം. അപ്പം അതിന് അവരാൽ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും കയ്യിൽ കരുതി അത് കൊണ്ട് കൊടുക്കും. പിന്നെ മൂന്നാമത്തെ കൂട്ടർക്ക് ഇതിലൊന്നുമല്ല ശ്രദ്ധ, ഇതിൻ്റെ കൂടെയുള്ള ആചാരങ്ങൾ നിർവഹിക്കണമെന്നുള്ളതാണ്. അതായത് എങ്ങനെ തൊഴണം, എവിടെയൊക്കെ തൊഴണം, എവിടെ ആദ്യം തൊഴണം, എവിടെ രണ്ടാമത് തൊഴണം, എത്ര പ്രദക്ഷിണം വെക്കണം, എന്ത് നാമം ജപിക്കണം, അങ്ങനെയുള്ള ആചാരപരമായ തന്ത്രപരമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ മുഴുവൻ. അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു മനസമാധാനം ഇല്ല. അപ്പം അതനുസരിച്ചാണ് അതിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. ഭഗവാനെ കാണൽ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിവേദിക്കൽ മാത്രമല്ല, മറിച്ച് അവരെ സമ്പൂർണ്ണരാക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തരാക്കുന്നത് അവരനുഷ്ഠിക്കുന്ന ആ ക്ഷേത്രാങ്കണത്തിൽ അവരനുഷ്ഠിക്കുന്ന കർമ്മത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ആചാരപരമായ ചില കർമ്മങ്ങൾ ഉൾപ്പെടും. അത് ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ, അല്ലെങ്കിൽ ഓരോ ഈശ്വര ചൈതന്യത്തിനും അതിൻ്റേതായ വ്യത്യാസം കാണും. ഇപ്പോൾ ഗണപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഏത്തമിടുന്നു, അങ്ങനെ ഓരോന്ന്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും കാണാം അതുപോലത്തെ വ്യത്യാസങ്ങൾ. അപ്പം ഇതാണ് അവിടെ വരുന്നത്. മഞ്ചാടിക്കുരു വാരുന്നെടുത്ത് ചിലയിടത്ത് ചെയ്യുന്നു, അങ്ങനെ പല ആചാര രീതികൾ. ഇനി വേറൊരു ചിലരുണ്ട്, ഈ ദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ അവർക്ക് ലക്ഷ്യം, അവരുടെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇത് കഴിയുമ്പോൾ പ്രസാദം കഴിക്കണം. അതാണ്. ഇപ്പം ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഭഗവാനെയൊക്കെ ദർശിച്ചു പുറത്തിറങ്ങി പിന്നെ നിൽക്കുന്ന നേരെ ക്യൂവിലേക്ക് പോകണം. വളരെ ദീർഘമായ അന്നക്ഷേത്രത്തിലേക്ക് കിടക്കുന്ന വളരെ ദീർഘമായ ക്യൂവിൻ്റെ അറ്റത്ത് പോയി അങ്ങ് നിൽക്കുക. എത്ര സമയം പോയാലും കുഴപ്പമില്ല, അന്നക്ഷേത്രത്തിൽ കയറി ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ ഒരു സമാധാനമില്ല, അവിടെ നിൽക്കും. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ്, അത് തന്നെ കഴിക്കണം, അത് കഴിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അപ്പം അങ്ങനെയാണ് ചിലർക്ക് വരുന്നത്. ഇനി മറ്റു ചിലർ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുള്ളവർ ആ ക്ഷേത്രാങ്കണത്തിന് ചുറ്റും കാണുന്ന കടകളിൽ നിന്നോ, അല്ലെങ്കിൽ ആ ക്ഷേത്രം, ഇപ്പോൾ ഭഗവാന്റെ ഗുരുവായൂരാണ്, ഗുരുവായൂരപ്പൻ്റെ ഒരു കൊച്ചു പ്രതിമ, ശ്രീകൃഷ്ണൻ്റെ പ്രതിമ മേടിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ മേടിക്കാം. ഇങ്ങനെ പല പർച്ചേസ് എന്ന് പറയും. അതൊരു വലിയ ആഹ്ലാദമാണ്. അവരെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്നത് ആ ഒരു ഘടനയിൽ എത്തുമ്പോഴേക്കുമാണ്. മറ്റെല്ലാവരും നിർവഹിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നത് ഈ ഒരു ഘടനയിലും കൂടെ ചെയ്യുമ്പോഴാണ്. അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു വീട്ടിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല, അല്ലെങ്കിൽ അവർക്കൊരു സങ്കടം. പുസ്തകമായാലും മതി, ഇപ്പം നാരായണീയമോ അല്ലെങ്കിൽ ഭാഗവതമോ ഏതെങ്കിലും പുസ്തകമായാലും മതി, അവിടെ നിന്ന് ഒരെണ്ണം മേടിക്കണം. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് മേടിച്ച, അല്ലെങ്കിൽ ഇന്നടുത്ത് ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പരിസരത്ത് നിന്ന് മേടിച്ച ഒരു വസ്തുവിലാണ് അവരുടെ തൃപ്തി പൂർണ്ണമാകുന്നത്. ഇനി വേറൊരു വിഭാഗക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും കലാപരിപാടികളുണ്ടെങ്കിൽ അതുകൂടെ കാണണം. അതിന് വലിയ താല്പര്യം. ചിലയിടത്ത് ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ സ്ഥിരമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കാണും. അതുപോലെ പല ക്ഷേത്രങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കാണും. അപ്പോൾ ആ പരിപാടികൾക്കാണ്, അല്ലെങ്കിൽ ഉത്സവ സമയത്താണെങ്കിൽ ഏറ്റവും ആദ്യം പെട്ടെന്ന് പോയി ദർശനമൊക്കെ നടത്തി നേരെ ഉത്സവ സ്ഥലത്ത് സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നിരുന്ന് അന്നത്തെ അവിടെ നടക്കുന്ന പരിപാടി എന്താണ് അതിലേക്കാണ്. ചിലപ്പോൾ ഭഗവാനെ തൊഴിലിനെ ഒക്കെ മാറ്റി വെച്ചിട്ട് നേരെ പരിപാടി സ്ഥലത്തേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ അതാണ് അവരുടെ താല്പര്യം. ഇതിങ്ങനെ നമ്മൾ ഈശ്വര സന്നിധിയിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളാണ് ഈ കാണുന്നത്. ഈ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവരുടെ ആ പ്രവർത്തന രീതിക്കനുസരിച്ചായിരിക്കും എപ്പോഴും ഇവരുടെ മാനസികമായ അവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും റിസൾട്ടും വരുന്നത്. അങ്ങനെയായിരിക്കും ആ റിസൾട്ട്. ഇതെല്ലാം നമ്മൾ തന്നെ നേടുന്ന റിസൾട്ടുകളാണ്.
അപ്പോൾ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിസൾട്ട്. കാര്യം നമ്മുടെ മനസ്സംതൃപ്തി ഏത് ഭാഗത്താണോ കൂടുതൽ, ആ മനസ്സംതൃപ്തിയുടെ പൂർത്തീകരണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതാണ് ഭഗവാൻ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നതിൻ്റെ ആ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞാൽ മോശം അർത്ഥത്തിലല്ല, അവരുടെ ആ ഉള്ളിൽ അവരെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഘടകം ഏതാണോ ആ ഒരു പ്രവർത്തനം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രവർത്തനം ഏതാണോ അവരെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയും. അവരെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത് ഇതിൽ ഏത് ഘടകമാണ് എന്നുള്ളതാണ്. അപ്പം അതാണ് ഇവിടെ ഭഗവാൻ ഈ ഒരു മോദകത്തിൻ്റെ ഉദാഹരണം. അപ്പം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തു ഏതാണ്. പക്ഷേ ഏറ്റവും ഇതെല്ലാം ആയിക്കോട്ടെ, നിങ്ങൾ ക്ഷേത്ര ദർശനമായിക്കോട്ടെ, അവിടുത്തെ പ്രസാദ കൂട്ടായിക്കോട്ടെ, കടകളിൽ സാധനം മേടിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ആചാരങ്ങളനുസരിച്ചുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു. പക്ഷേ ഭഗവാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ ഇതിലേറ്റവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈശ്വരനിൽ പ്രേമഭക്തി അത് മാത്രമാണ് പ്രധാനം. അതിൻ്റെ അളവിനാണ് നമുക്ക് റിസൾട്ടുള്ളൂ, ബാക്കി ഒന്നിനും റിസൾട്ടില്ല. പ്രേമഭക്തിയുടെ അളവാണ് റിസൾട്ടായിട്ട് നമ്മിലെത്തുക. അതാണ് ഭഗവാൻ പ്രത്യേകിച്ചിട്ട് ഇവിടെ അത് സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇത്രയും പല 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 കാര്യങ്ങൾ, ചിലർ വളരെ ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിച്ച് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചൊല്ലാനും അത് കൂടുതൽ കാണാപ്പാഠം പഠിക്കാനും, അല്ലെങ്കിൽ ഓരോ മന്ത്രങ്ങൾ വരെ കാണാതെ പഠിച്ച് അത് ചൊല്ലാൻ പറ്റുന്നു. ഗീത മുഴുവനും കാണാതെ ചൊല്ലാൻ പറ്റുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെ പലത് അവരത് സ്വായത്തമാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ പലതരം അങ്ങനെ ഭക്തിയുടെ പല പല മാർഗങ്ങളിൽ ആളുകൾ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം എടുത്തിട്ട് ആ ഒരു ഘടനയിൽ മാത്രമാണ് നമ്മൾ ഒതുങ്ങിപ്പോകുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ഘടനയിൽ നമ്മൾ അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ വിശാലമായ ഒരു അവസ്ഥയിലേക്ക് ഭഗവത് സന്നിധി തുറന്നു കിടക്കുകയാണ്. അത് പ്രേമഭക്തി കൊണ്ട്, ഈശ്വരനോടുള്ള പ്രേമഭക്തി കൊണ്ട് നമ്മൾ ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുന്ന അവസ്ഥയിൽ ഈശ്വരൻ മാത്രമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് തുറന്നു കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്രത്യേക ഘടനയിൽ ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് വരുന്നത്. ആ ഘടനയിൽ തന്നെയായിരിക്കും അവസാനം വരെ നമ്മൾ നിലനിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്വയം പരിതപിക്കുന്ന ഒരു വാക്കുണ്ട്. അതും ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്ററോട് ഈ ഗുരുകൃപ കൊണ്ട് മുക്തിയും സ്വരൂപ ദർശനവും എന്നുള്ള ഭാഗത്താണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്വയം പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഞാനൊരു ബദ്ധജീവനാണ്, നമുക്കിതിൽ കൂടുതലൊന്നും ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. നമ്മൾ നമ്മുടെ അശക്തരാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, അതിന് അത്തരം ഒരു ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യത്തെ നിസ്സഹായ അവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയായിട്ട് നമ്മൾ സ്വയം കാണുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്ത് നിസ്സഹായ അവസ്ഥയ്ക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷെ നമ്മൾ എനിക്കിതിന് പറ്റില്ല, അല്ലെങ്കിൽ ഇത് കവിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഇത്രയൊക്കെ സാധ്യമാകുന്നുള്ളൂ എന്നുള്ള നിസ്സഹായമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ബദ്ധജീവനാണെന്ന് സ്വയം നമ്മെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വന്നാൽ പിന്നെ രക്ഷയില്ല. അതിൽ നിന്ന് മോചനം ലഭിക്കേണ്ടത് ഈശ്വര കൃപ കൊണ്ട് മാത്രമാണ്. അതാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. നമ്മൾ നമ്മെ തന്നെ സ്റ്റാമ്പ് ചെയ്യുകയാണ് ഓരോ തരത്തിൽ. അപ്പോൾ സ്വന്തം സത്വം, ഭഗവാൻ പറഞ്ഞത് സ്വന്തം സത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാരണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സത്വത്തെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ബദ്ധജീവനാണ്, നമുക്ക് വേറെ നിവൃത്തിയില്ല, നമുക്ക് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ള ആ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയും. ലിമിറ്റിംഗ് ബിലീഫ്, പരിമിതമായ ആ ഇതിനകത്തേക്ക് നമ്മൾ ഒതുങ്ങപ്പെടുകയാണ് സ്വയം.
അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ബദ്ധജീവനാണ് എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുന്നത് നമ്മൾ നമ്മുടെ സത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ ഒരു മനോഹരമായ കഥ സൂചിപ്പിക്കുന്നത് അതിന് നമ്മുടെ സത്വം എങ്ങനെ നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നതാണ്. അതിന് ആ കടുവയുടെ കഥ പറഞ്ഞത്, പുല്ല് തിന്നുന്ന കടുവയുടെ കഥ. ഭഗവാൻ ആ കഥ പറയാൻ കാരണം ചെറുപ്പകാലത്ത് എപ്പോഴോ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അതുപോലെ ഒറ്റപ്പെട്ടു പോയ ഒരു കടുവക്കുട്ടി, അത് ഈ ആടുകളുടെ കൂടെ മേഞ്ഞ് ആ കുട്ടിക്കാലത്തെ ആടുംകൂട്ടത്തിനിടയിൽ പെട്ടുപോയി. കാരണം തള്ളക്കടുവ ചത്തുപോയപ്പോൾ പിന്നീട് അത് ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ ആയിപ്പോയി. ഇത് പിന്നീട് ഒരു വലിയ കടുവ, ഈ കടുവ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴും ആടിനെ പോലെയാണ്, പ്ലാവില തിന്നുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതതിൻ്റെ സത്വത്തെ തിരിച്ചറിഞ്ഞില്ല. അപ്പോഴാണ് വലിയ കടുവ, വേറൊരു കാട്ടിലുള്ള വലിയ കടുവ കാണുന്നത്, ഒരു കടുവ ആടുകളുടെ കൂട്ടത്തിൽ നടക്കുന്നല്ലോ. അങ്ങനെയാണ് ഈ വലിയ കടുവ ഈ ആടിൻ്റെ കൂടെയുള്ള കടുവയെ പിടിച്ചുകൊണ്ട് പോയിട്ട് നേരെ നദിയുടെ കരയ്ക്ക് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ സത്വം തിരിച്ചറിയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഞാനും ഈ വിളിച്ചുകൊണ്ട് വന്ന ഈ കടുവയും ഒരുപോലെ, ആടുകളെ പോലെ അല്ല ഞങ്ങളിരിക്കുന്നത്. അങ്ങനെയാണ് മറ്റേ കൊണ്ടുവന്ന കടുവ അലറി കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴും ഇയാൾക്കത് സാധിക്കുന്നുണ്ട്, ഇയാളും അതിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അലറാൻ പറയും, നീ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞ് അതിനെ ആ കടുവയുടെ സത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഭഗവാൻ ഇവിടെ ഈ കഥ പറയാൻ കാരണം, എന്നിട്ട് കാട്ടിലേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ ഈ കഥ പറയാനുള്ള കാരണം എന്താ, ഒരു ഗുരുകൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സാധ്യമാകുള്ളൂ. നമ്മുടെ സത്വം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഗുരുകൃപയുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റില്ല. ഗുരുവാണ് നമുക്ക് സ്വരൂപം കാണിച്ചു തരുന്നത്. നമ്മൾ ആരാണ് എന്നുള്ള സ്വരൂപം നമ്മെ കാണിച്ചു തരുന്നതിന് ഒരു ഗുരു ഉണ്ടായിരിക്കാം, ഗുരുവാണ്. പലപ്പോഴും നമ്മളുടെ നിർഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. നമ്മൾ സ്വയം ഇങ്ങനെ വായിച്ചും അറിഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നതാണ് ബഹുഭൂരിപക്ഷം പേരുടെ അവസ്ഥ. കുറേ വായിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിവൈസുകളൊക്കെ ഉള്ളതുകൊണ്ട് കേൾവിക്ക് ധാരാളം അവസരമുണ്ട്. അപ്പോൾ പല പല പ്രഭാഷണങ്ങളാകട്ടെ, പല പല ഉപദേശങ്ങളാകട്ടെ, അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് തുറന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഏത് തരത്തിലുള്ള ഉപദേശം വേണോ ആ ഉപദേശം മുഴുവനും ഇങ്ങനെ പടപടേന്നിങ്ങ് പോരുവാണ്. ഈ ഉപദേശിക്കുന്ന ആളാരാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളെ രസിപ്പിക്കുമ്പോൾ നമ്മൾ ആ രസത്തിൽ മുഴുകി ആ ഉപദേശം കേൾക്കും. അങ്ങനെ നമുക്കൊരു ഗുരുവല്ല, നമ്മൾ സ്വയം ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുറേ അറിവുകളെ നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പരമാർത്ഥങ്ങളോ സത്യാവസ്ഥയൊന്നും നമുക്ക് വിവേചിച്ചറിയാനുള്ള ശക്തി നമുക്കില്ല. കാരണം നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് അറിയാൻ സാധിക്കുള്ളൂ, നമുക്ക് കാണിച്ചു തരുള്ളൂ. ഇതെങ്ങനെയാണ്, ഇതല്ല ശരി, ഇതാണ് ശരി, അല്ലെങ്കിൽ ഇതിന് ഇന്ന അപകടമുണ്ട്, ഇതിലേ പോയാൽ ഇന്ന അപകടമുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഏറ്റവും ഉചിതമാണ്, നിനക്ക് നിൻ്റെ ആ സത്വത്തെ. അപ്പം നമ്മുടെ സത്വത്തെ തിരിച്ചറിയുന്ന ആളായിരിക്കും ഗുരു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കടുവയ്ക്കാണ് ആ കടുവയെ തിരിച്ചറിയിക്കാൻ പറ്റിയത്. ആ സ്ഥാനത്ത് വേറൊരു ആനയോ വല്ലതും വന്നിട്ട് ഈ കടുവയെ തിരിച്ചറിയിക്കാൻ പറ്റില്ല. കാര്യം രണ്ടിൻ്റെ സത്വം വ്യത്യാസമുണ്ട്. അപ്പോൾ കടുവയൊക്കെയാണ് ഇവിടെ കടുവയെ തിരിച്ചറിയുക. അപ്പോൾ ഗുരുവിനാണ് യഥാർത്ഥ ഗുരുവിന് മാത്രമേ നമ്മുടെ സത്വത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥ ഗുരു നമ്മുടെ അടുത്തെത്തുക എന്നുള്ളത് വലിയൊരു പ്രധാനമാണ്. ആ കാട്ടിൽ നിന്ന് ആ കടുവ എത്തിയ പോലെ ഒരു യഥാർത്ഥ ഗുരു നമ്മുടെ അടുത്തേക്ക് പ്രത്യക്ഷമാകുന്നതിൻ്റെ സാഹചര്യം നമുക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ആ ഗുരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗുരുവിന് നമ്മുടെ അടുത്ത് എത്താൻ പറ്റൂ. നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം അതുകൊണ്ടാണ് ദക്ഷിണേശ്വരത്തേക്ക് നിരവധി ആളുകൾ ഇങ്ങനെ വന്ന് ഭഗവാന്റെ മുന്നിൽ എത്തുന്നത്. അവരന്വേഷിച്ച് പല വഴി കേട്ടറിഞ്ഞും മനസ്സിലാക്കി എത്രയോ ആളുകളാണ് വന്ന് അവർ ഭഗവാന്റെ ആ ഗുരുസ്ഥാനത്തെ സ്വയം അംഗീകരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തെത്തുന്നത്. അവരാണ് അങ്ങനെ എത്തപ്പെടുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തവരാണ് സുഹൃതികളായി മാറിയത്, ഭാഗ്യവാന്മാരായി മാറിയത്. അതാണ് നേരത്തെ നമ്മളിത് മുമ്പൊരിക്കൽ പരാമർശിച്ച് പറഞ്ഞാൽ, ആ ദക്ഷിണേശ്വരത്തെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് തൊഴാൻ വന്ന് കാണും. അവരിൽ ആകെ 10, 50, 60 പേരല്ലേ ഈ മുറിയിലെത്തിയുള്ളൂ. ബാക്കി എല്ലാവരും വന്ന് അതുവഴി അപ്പുറത്തൂടെ ഇറങ്ങിപ്പോയി. അതാണ്. അപ്പം നമ്മൾ ഈ
ചുറ്റുപാടുകളിൽ ദക്ഷിണേശ്വരം തന്നെയാണ്. നമ്മളെല്ലാം ദക്ഷിണേശ്വരത്തുണ്ട്. നമുക്ക് ഈ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് ദക്ഷിണേശ്വരം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഈ ദക്ഷിണേശ്വരത്തെ ആ യഥാസ്ഥാനത്തിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ദക്ഷിണേശ്വരത്താണ് എല്ലാവരും. ആ ദക്ഷിണേശ്വരത്തെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതാണ് ദക്ഷിണേശ്വരം. ആ ദക്ഷിണേശ്വരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഗുരു സ്പർശത്തിലേക്ക്, ഗുരു കടാക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഗുരു ദർശനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അഥവാ കണ്ടാൽ നമുക്ക് ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, ഗുരു നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ. അവിടെയാണ് ഈ ഭഗവാൻ ഈ പറഞ്ഞ കഥയുടെ ആ സാങ്കത്യം കിടക്കുന്നത്. മാത്രമല്ല, നമ്മിൽ എത്ര അങ്ങനെ ഒരു ഗുരു, ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു ഗുരു സന്നിധിയിൽ എത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ എത്ര പേർ ഈ ഗുരുവിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ തയ്യാറാവും? അത് നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യം. നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ഗുരുതുല്യമായ ഒരവസ്ഥയിൽ ഒരു ഗുരുവിനെ കണ്ടെത്തി, നമുക്ക് പൂർണ്ണമായി ബോധ്യം വന്നു. പക്ഷെ ആ ഗുരു ഉപദേശിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മിൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അവിടെ നമ്മളുടൻ ബദ്ധജീവനായിട്ട് മാറും. ഗുരുസന്നിധിയിൽ എത്തിയാലും ബദ്ധജീവൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. എന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ കഴിയൂ. ബദ്ധജീവൻ്റെ സ്വഭാവം അതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. അങ്ങനെ ഒരാൾ ഗുരുവിനെ കണ്ടിട്ട് ഒരു പ്രയോജനവും. അയാളെപ്പോഴും ബദ്ധജീവനായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. മുക്തിയിലേക്ക് അയാൾക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ഇതെല്ലാവർക്കും സാധ്യമാകുന്ന വാതിലാണ് തുറന്നു കിടക്കുന്ന മുക്തിയുടേത്. ബാക്കി എല്ലാ വാതിലുകളും അടഞ്ഞതും പാതി അടഞ്ഞതുമാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പ്രവേശിക്കാൻ. അതിലാണ് കിടന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. തുറന്നു കിടക്കുന്ന മുക്തിയുടെ പാതയാണ്. പക്ഷെ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ആലസ്യമാണത്. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ തന്നെ എത്ര പേർക്ക് ഗുരുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഇവിടെ വച്ചിട്ടാണ്. അത് നമ്മുടെ ഈ പ്രശ്നം ഇതാണ്. നമ്മൾ ഈ ഒന്നുകിൽ കണ്ടതൊക്കെ വായിച്ച് സ്വയം ജ്ഞാനം നേടി എന്നൊരു ഭാവത്തിലായിരിക്കും പലപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കണ്ടതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് സ്വയം കുറേ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കയറിയ അവസ്ഥയിലാണ്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വായന കൊണ്ട് നമ്മൾ ലഭ്യമാകുന്ന അറിവ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. കാര്യം എപ്പോഴും നമ്മൾ സംശയാലുമായിരിക്കും. ഒരു ഗുരുവിന് മാത്രമേ സംശയം നിവർത്തിക്ക് സാധ്യമാകൂ. ഇല്ലെങ്കിൽ ഈ സംശയം ബാക്കി കിടക്കും. അത് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ അത് ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ലീലാമൃതത്തിൽ അതായത് ശാരദാനന്ദ സ്വാമികളൊക്കെ ഉൾപ്പെടെയുള്ള ആ ചെറുപ്പക്കാർ അന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നപ്പോൾ, അപ്പം അവർക്ക് അവരുടെ ഉള്ളിൽ അതുവരെ ധരിച്ചിരുന്നത്, ശാരദാനന്ദ സ്വാമികൾ സ്വയം ഒരു ഇത് പറയുന്നതാണത്, അതുവരെ ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത്, ഈ ഈശ്വര അനുഗ്രഹം കൊണ്ടൊരാൾ നന്നായി, അയാൾക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു, അതൊക്കെ വെറും കഥകളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അനുഗ്രഹം കിട്ടി, രക്ഷപ്പെട്ടു, അത് വെറും കള്ളത്തരമാണ്. ഇതൊക്കെ വെറും കഥകൾ മാത്രം. എന്നിട്ട് ശാരദാനന്ദ സ്വാമി സ്വയം അത് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കള്ളക്കഥ. ഇപ്പോൾ അതിന് പല ഉദാഹരണങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ശാരദാനന്ദ സ്വാമികൾ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഗൗരാംഗൻ ഒരു ആളുടെ കഴുത്തിൽ കയറിയിരുന്ന അയാളുടെ ഈ കഷ്ടകാലം നീക്കം ചെയ്യുന്നു ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ. അപ്പോൾ ഇതെല്ലാം കള്ളക്കഥകളാണ്. ഇങ്ങനെ തന്നെയാണ് ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞത്. കള്ളക്കഥകൾ പടച്ചുണ്ടാക്കി എഴുതി ചേർത്ത് ആധ്യാത്മിക മാർഗത്തിൽ യഥാർത്ഥ സത്യം നേടുന്നതിന് വലിയ വിഘ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായി ആധ്യാത്മിക പാതയിൽ പോകേണ്ടവനെ പോലും ഈ കള്ളക്കഥകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു എന്ന് ശാരദാനന്ദ സ്വാമികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്കൊക്കെ പിന്നെ സംഭവിച്ചത് എന്താണ്? ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ, ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ശാരദാനന്ദ സ്വാമികൾ എഴുതിയിരിക്കുന്നത്, ശ്രീരാമകൃഷ്ണൻ്റെ ദർശനം കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾക്കെന്തൊരു ദുർദശയാകുമായിരുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ ദർശനം ലഭിച്ചതിനാൽ ഇപ്പോൾ മേയാൻ അറിയില്ല, ഉപയോഗിച്ച പദം ഇതാണ്,
അതിൻ്റെ ട്രാൻസ്ലേഷൻ പദം ഇതാണ്. മേയാൻ അറിയില്ലെങ്കിലും മേച്ചിലിൻ്റെ പെശകറിയാം. അതാണ് വളരെ രസകരമാണ് ആ പ്രയോഗം. മേയാൻ അറിയില്ല, പക്ഷെ മേച്ചിലിൻ്റെ പ്രശ്നം അറിയാം. ഇപ്പം ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാം, പക്ഷേ ആ വഴിയെ പോകാതിരുന്നാലുണ്ടാകുന്ന പെശകിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്നൊരവസ്ഥയാണെങ്കിലും മറ്റുള്ളവർ ഈ പറയുന്ന കള്ളക്കഥകളും അല്ലെങ്കിൽ ബഡായിയൊക്കെ ധർമ്മമാണെന്ന് കരുതി ഈ ഭക്തിയെക്കുറിച്ച് ശാരദാൻ സ്വാമികൾ ഇവിടെ വിവക്ഷിക്കുന്ന ഒരു ഭാഗമാണിത്. മറ്റുള്ളവർ പറയുന്ന ബഡായികളും ധർമ്മമാണെന്ന് കരുതി വിഴുങ്ങുന്ന വിഡ്ഢിത്തത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നതുകൊണ്ടുണ്ടായ ഒരു ഗുണം ഞങ്ങൾക്കുണ്ടായത്, മറ്റുള്ളവർ പറയുന്ന വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനെങ്കിലും ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റേതൊരു വസ്തുവും പോലെ ഭക്തി വിശ്വാസാദികളും അന്യർക്കു ശരിക്കും കൈമാറാവുന്നവയാണെന്നും ഇപ്പോൾ ബോധ്യമായത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാൻ സ്വാമികൾ പറയുന്നത്, അഹൈതുക കൃപാ സിന്ധുവായ ശ്രീരാമകൃഷ്ണൻ്റെ കൃപയുടെ ഒരു കണം കിട്ടി അമൃതത്വമടയാം നിശ്ചയം എന്ന വിചാരത്തോടെ ഞങ്ങൾ അതിനായി ആശിച്ച് കഴിയുന്നു. ഭഗവത് സന്നിധിയിലെത്തിയ സമയത്ത്, അല്ലെങ്കിൽ ആ ഭഗവത് സന്നിധിയിലെത്തി ആ ഭഗവാനുമായിട്ടുള്ള ആ സഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശാരദാൻ സ്വാമികൾ പറഞ്ഞതാണിത്. അപ്പം അതാണ് ഭക്തിയുടെ മാർഗം. യഥാർത്ഥ ഗുരുവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ശ്രീരാമകൃഷ്ണ സവിധത്തിൽ ആരുടെയൊക്കെയോ സുഹൃതം കൊണ്ട്, നമ്മുടേത് മാത്രം കരുതാൻ പറ്റില്ല, ഏതൊക്കെയോ സുഹൃതം കൊണ്ട് നമ്മളെല്ലാം ഈ വചനാമൃതത്തിലും ലീലാമൃതത്തിലും ശ്രീരാമകൃഷ്ണ സവിധത്തിലും ആ വചനാമൃതം കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യത്തിൻ്റെ പക്ഷത്ത് നമ്മളെത്തി. അപ്പോൾ ഇനി ശാരദാൻ സ്വാമികൾ ഈ പറഞ്ഞ പോലെ ഇനി ഒരു മോക്ഷത്തിനായിട്ടുള്ള ആശ ആ ആശ വച്ചിരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആശ നമുക്ക് വെക്കാൻ അവകാശമുണ്ട്. കാര്യം അതെത്രമാത്രം നിവർത്തിക്കും എന്നുള്ളത് ഈശ്വരൻ്റെ ഭഗവാന്റെ കൃപയാണ്. പക്ഷെ ആ ആശ നമ്മളിൽ നിറയാനുള്ള അവസരം വചനാമൃതവും ലീലാമൃതവും ഉൾപ്പെടെ ഭഗവാന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അമൃത ഭാഷണങ്ങളും നമ്മൾ എത്ര പേർക്ക് ലഭ്യമായി, എത്ര പേർക്ക് നമുക്കത് കിട്ടി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് മാറുകയാണ്. അതാണ് ഈ ഭാഗത്തെ പ്രധാനമായും ഭക്തിയുടെ ഒരു മാർഗമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ മറ്റ് പൂർണ്ണമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത തവണ പോകാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. എത്രയും പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ട്.